നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ കൽപ്പിക്കുമ്പോ നിനക്ക് വേണ്ടി കോഫിയും ചായയും കൊണ്ടുവരാനൊന്നും അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോ നീ കരുതിക്കൂട്ടി തന്നെയാണ്. അതെ, അങ്ങനെ തന്നെ. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു നിന്ന കാലമൊക്കെ കഴിഞ്ഞുറിയ. ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണം. അനുസരിച്ചേ മതിയാവൂ. നിന്റെ ഓർഡർ ഇടലൊന്നും എന്നോട് വേണ്ട. അതൊക്കെ നീ നിന്റെ കുടുംബത്തിൽ പോയി അവരോട് പറഞ്ഞാ മതി. അവരോട് മതി നിന്റെ കൽപ്പന. ഞാനല്ല ഇവിടുത്തെ വേലക്കാരി, നീയാ എന്റെ ഭർത്താവിന്റെ ജോലിക്കാരി. അതുകൊണ്ട് നീ ആ സ്ഥാനത്ത് നിൽക്കണം. വെറുതെ എന്നെ ഭരിക്കാൻ വരരുത്. ഡേ, നിന്റെ കയ്യൊക്കെ എന്നോട് കാണിക്കരുത്. ഇങ്ങോട്ട് തല്ലിയാ അതിന്റെ ഇരട്ടിയായി ഞാൻ നിനക്ക് തിരികെ തരും. വിനയ് ഇങ്ങോട്ട് വരട്ടെ. നിന്നെ അവൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തോട്ട് തള്ളുന്നത് ഞാൻ കാണിച്ചു തരാം. വിനയ് വരട്ടെ. എനിക്കും നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ വിനയോട് പറയാനുണ്ട്. നീ എന്താ വിനയോട് പറയാൻ പോകുന്നെ? അതൊക്കെ അറിയേണ്ട നേരത്തെ നീ അറിഞ്ഞാ മതി റിയ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാ വിനയ് ഇറക്കി വിടുന്നത് നിന്നെ ആയിരിക്കും. അതൊക്കെ നിന്റെ വെറും മിഥ്യാധാരണകളാ ഗാർഗി. എനിക്കെതിരെ നിനക്കൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് കാണാം. ഒന്നും കാണാനില്ല. വിനയ് നിന്നെ അവന്റെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കുന്നില്ലല്ലോ. ആ നേരമാണോ നീ എന്റെ ഏഷണികളുമായി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്? ചെല്ല് ചെല്ല്. അവനിൽ നിന്ന് കിട്ടാനുള്ളത് കൂടി നീ വാങ്ങിപ്പിടി. നിന്റെ മായാവലയത്തിലായിരുന്നതുകൊണ്ടാ വിനയ് എന്നെ അവഗണിച്ചേ. ആ മായാവലയം തകർക്കാനുള്ള മാർഗം എന്റെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട് റിയ. സത്യം സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചാലും അതൊരിക്കൽ പുറത്തു വരും. വിനയുടെ മുന്നിൽ കള്ളങ്ങൾ കൊണ്ട് നീ പണിതു വെച്ചിരിക്കുന്ന ചീട്ടുകൊട്ടാരങ്ങളെല്ലാം പൊളിഞ്ഞ് നിലം പരിശാവും. ശരി ശരി, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്. ഞാൻ വിനയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന പെണ്ണ. അതുകൊണ്ട് തന്നെ ദൈവം എന്നോടൊപ്പം. അതുകൊണ്ടാ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള മാർഗങ്ങൾ എന്റെ മുന്നിൽ തെളിയിച്ചു തന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ നിനക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ ചെയ്തോ. ചെയ്യാനുള്ളത് നീ ചെയ്ത് കാണിക്ക. അല്ലാതെ എന്റെ മുന്നിൽ നിന്നിങ്ങനെ പ്രസംഗിക്കണ്ട. നിർത്തി, ഞാൻ നിർത്തി. പക്ഷേ നീ ഒന്നോർത്തോ, ഈ വീട്ടിലുള്ള നിന്റെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞു. അവൾ എന്തൊക്കെയോ അർത്ഥം വെച്ചാണല്ലോ സംസാരിച്ചത്. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള എന്ത് മാർഗം അവൾക്ക് കിട്ടിയത്? ഇനി ജിത്തിനും ഞാനും തമ്മിലുള്ള ബന്ധം ഇവൾ അറിഞ്ഞിട്ടുണ്ടാവോ? അത് വിനയെ അറിയിക്കുമെന്നാണോ ഇവള് പറഞ്ഞതിന്റെ പൊരുൾ? ജിത്തിനും ഞാനും തമ്മിലുള്ള ബന്ധം വിനയെ അറിഞ്ഞാ അത് പ്രശ്നമാവുമല്ലോ. അഥവാ ഇവൾ ഇതാണ് വിനയുടെ ചെവിയിൽ എത്തിക്കുന്നതെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.